UDF മുഖ്യമന്ത്രി കസേര ഇനി ബെഞ്ചാക്കും. ഇവന്മാരെ യാതൊരു കാരണവശാലും ജയിപ്പിക്കരുത്. ഏതെങ്കിലും ഒരു കാരണവശാൽ ജയിക്കുവാൻ ഒരു സാധ്യതയുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ ഇവന്മാർ ചേരിതിരിഞ്ഞ് അടി തുടങ്ങും എന്ന് സാമാന്യബോധമുള്ളവർ എല്ലാവരും പറഞ്ഞെങ്കിലും പിണറായി വിജയന്റെ ആ മൂഞ്ചി അഥവാ മുഖം മനസ്സിലോർത്ത് കഴിഞ്ഞപ്പോൾ ആളുകൾ അറിയാതെ ഈ പഞ്ചപാതകന്മാർക്ക് വോട്ട് ചെയ്തു പോയി. ഇപ്പോൾ ഓരോരുത്തരുടെയും ഫാൻസുകാർ അവർക്ക് ഇഷ്ടപ്പെട്ട ആളെ മുഖ്യ മന്ത്രിയാക്കി കഴിഞ്ഞു. ഇന്ന് സാങ്കേതിക വിദ്യ പട്ടിയുടെ വാലിൽ വരെ വന്നതുകൊണ്ട് ഏത് വേട്ടാവളിയനും ഇന്ന് അവർക്കിഷ്ടമുള്ള കമാൻഡുകൾ കൊടുത്ത് ആരെയും മുഖ്യമന്ത്രി കസേരയിൽ ഇരുത്താം, ഒന്നാം നമ്പർ കാരിൽ ചാരി നിർത്താം. റിസൾട്ട് വരുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള അടി കലശലായ സാഹചര്യത്തിൽ ഒരു നീളമുള്ള ബെഞ്ച് തന്നെ അങ്ങ് ഇട്ടാലോ എന്ന ആലോചനയിലാണ് UDF നേതാക്കൾ. സോഷ്യൽ മീഡിയയിൽ പറക്കുന്ന ഒരു ബെഞ്ച് ഇതാണ്. ഇവന്മാരുടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയുള്ള അടിപിടി കാണുമ്പോൾ അതിന് കാണിക്കുവാൻ പറ്റിയ ഒരു ഉദാഹരണം ഒന്ന് കാണിക്കാം. ഇതാ കണ്ടാട്ടെ. ഈ പട്ടികൾ തൂങ്ങിക്കിടക്കുമ്പോൾ പോലും നിശബ്ദത പാലിക്കുന്നുണ്ട്. എന്നാൽ ഇവന്മാർ എന്തൊക്കെ അവസരങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്ന് ഇവന്മാർക്കെന്നല്ല, ഇവന്മാരുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കെടുത്തവർക്ക് പോലും പറയുവാൻ പറ്റില്ല. ഇവന്മാരുടെ ഈ രോഗം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ്, അല്ല, അതിന് മുമ്പ് തന്നെ മൂർച്ഛിച്ചു നിന്ന ഒരു രോഗമാണ് ഇതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സ്റ്റേജിൽ ഒന്നിച്ചു നിന്നാൽ കൈവീശാൻ പോലും ഇവർ തമ്മിൽ മത്സരമായിരുന്നു, അടിപിടിയായിരുന്നു. യോഗത്തിന്റെ അധ്യക്ഷനായി ശ്രീ ആന്റോ ആന്റണി MBA കേരളത്തിൽ വോട്ടെണ്ണൽ മെയ് 4-നാണ് നടക്കുവാൻ പോകുന്നത്. ആർക്ക് ഭരണം കിട്ടും എന്ന് ഒരു മോന് പോലും പ്രവചിക്കുവാൻ പറ്റാത്ത സാഹചര്യം. എങ്കിലും UDF ഭരണം ഉറപ്പാക്കി മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും തീരുമാനിക്കുക മാത്രമല്ല, സ്പീക്കറെയും ഡെപ്യൂട്ടി സ്പീക്കറെ പോലും തീരുമാനിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച സെക്രട്ടേറിയറ്റിന് പിറകിലുള്ള സേവിയേഴ്സിൽ ഇവരുടെ സത്യപ്രതിജ്ഞയും നടന്നു എന്നാണ് കേൾവി. ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയിൽ കോൺഗ്രസിൽ മന്ത്രിസഭാ ചർച്ചയും സജീവം. മുഖ്യമന്ത്രി ഉൾപ്പെടെ 21 അംഗ മന്ത്രിസഭയ്ക്കാണ് സാധ്യത. മുഖ്യമന്ത്രി അടക്കം 11 മന്ത്രിമാർ കോൺഗ്രസിൽ നിന്ന്. സ്പീക്കർ പദവിയും കോൺഗ്രസിന്. ഡെപ്യൂട്ടി സ്പീക്കർ പദവി ഘടകകക്ഷികൾക്ക് നൽകും. എറണാകുളത്ത് നിന്ന് VD സതീശനടക്കം 5 പേർ മന്ത്രിസഭയിൽ ഇടം പിടിച്ചേ. കോൺഗ്രസിൽ ഏറ്റുനിന്ന് അധോവായു പുറത്തേക്ക് നിർഗമിക്കുവാൻ ശേഷിയുള്ള എല്ലാവരും മുഖ്യമന്ത്രി കസേരയിൽ ചാകുന്നതിന് മുമ്പ് ഒന്നിരുന്നിട്ട് പോയാൽ കൊള്ളാം എന്നാണ് ആഗ്രഹം. താൻ മാത്രമാണ് അതിന് യോഗ്യൻ, മറ്റാർക്കും അതിന് യോഗ്യതയില്ല എന്ന് എല്ലാ കടൽക്കഴുകന്മാരും വിശ്വസിക്കുന്നു എന്നതാണ് അതിലേറ്റവും വലിയ തമാശ. ചിലപ്പോൾ ഈ അടിമൂക്കുമ്പോൾ കൊട്ടൻ ചുക്കാതി തൈലവും പൂശി കിഴക്കോട്ട് നോക്കിയിരിക്കുന്ന അന്തപ്പൻ മുതൽ ഗുണവും മണവുമില്ലാത്ത സത്തെടുത്ത കൊത്തായ സുധീരൻ വരെ മുഖ്യ മന്ത്രി കസേരയ്ക്ക് വേണ്ടി ഏത് നിമിഷവും ചാടിക്കയറി വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ആ ഗതികേട് ചിലപ്പോൾ നമുക്ക് കാണാനുള്ള ഭാഗ്യം ഉണ്ടായേക്കാം. അതുകൊണ്ടാണ് മിനിമം ഒരു നീളമുള്ള, അത്യാവശ്യം ഇരുന്നാൽ ഒടിയാത്ത ഒരു ബെഞ്ചിടണം എന്ന് നാട്ടുകാർ പറയുന്നത്. എന്നിരുന്നാലും കസേരകളിയിൽ മുന്നിൽ നിൽക്കുന്നത് 3 എണ്ണമാണ്. അതിലേറ്റവും മണപ്പോടെ കുട്ടകളിക്കുന്നത് നെട്ടൂർ സതീശനാണ്. ഈ ലക്ഷ്യം വെച്ച് ആശാൻ കളി തുടങ്ങിയിട്ട് കാലം കുറയായി. കള്ളപ്പണമിറക്കി ഇത്രയും സുസജ്ജമായ ഒരു PR ക്യാമ്പയിൻ ഒരേ കൺസിസ്റ്റൻസിയോടെ ചെയ്യുന്നത് കേക്കച്ചൻ മാത്രമാണ്. തുടക്കം മുതൽ കോടിക്കണക്കിന് റീൽസുകൾ ഇറക്കുന്നു, മാധ്യമങ്ങളെ വാടകയ്ക്കെടുത്ത് സതീശന്റെ ബൈറ്റ് മാത്രം നൽകുന്നു. അതുപോലെ സകല അന്തിച്ചർച്ചക്കാരെയും മെയ് 10 വരെ അടങ്കലെടുത്ത് ചാനൽ ചർച്ചകളിൽ സതീശൻ വലിയവനാണ്, സുഗ്രീവനാണ് എന്നൊക്കെ വാഴ്ത്തിപ്പാട്ട് നടത്തുന്നു. സതീശന്റെ പെട്ടുചുവപ്പുകാരനായ എറണാകുളം തത്തപ്പച്ചുണ്ടനെ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ അധ്യക്ഷനായി ഡിജിറ്റൽ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവസാനം സതീശൻ സ്തുതി നിർത്തണമെന്ന് നാട്ടുകാർ തെറിവിളി ആരംഭിച്ചപ്പോൾ ഇന്ന് ആശാൻ ആ സ്ഥാനം രാജിവെച്ചു എന്നാണ് വിവരം. തന്റെ നിക്കർ കഴുകുവാൻ നിർത്തിയിരിക്കുന്ന ഒരുത്തനെ കൊണ്ട് എറണാകുളത്തെ കേക്കച്ചനാകണം മുഖ്യമന്ത്രി എന്ന് പറയിപ്പിച്ച് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചിരുന്നു. ഈ തെറിവിളിയെല്ലാം ഉണ്ടാക്കിയിട്ട് എനിക്കിതിലൊന്നും താല്പര്യമില്ല എന്ന ഭാവത്തിൽ കുട്ടിക്കാനത്തും വാഗമണ്ണിലും പോയി റേഡിയേറ്റർ തണുപ്പിക്കുവാനിരിക്കുമ്പോഴും അടിമകളെ വെച്ച് PR ക്യാമ്പയിൻ ശക്തമാക്കുകയാണ് കേക്കച്ചൻ. അതിനുള്ള തെളിവുകളാണ് ഇന്നലെ രാത്രി കാലടിയിലെ പാറപ്പുറത്തും ആലുവയിലും കണ്ണൂരിലുമൊക്കെ ഉയർന്ന ഈ വലിയ ഹോർഡിങ്ങുകൾ. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ഇന്നുവരെ
ആരും മുടക്കിയിട്ടില്ലാത്ത അത്ര കോടികളാണ് സതീശൻ PR ക്യാമ്പയിന് വേണ്ടി മുടക്കുന്നത്. കഴിഞ്ഞ 5 കൊല്ലം പിണറായി വിജയന്റെ തീവട്ടിക്കൊള്ളകൾക്ക് ചൂട്ടുപിടിച്ചു കൊടുത്ത് കേരളത്തെ വഞ്ചിച്ചുണ്ടാക്കിയ ശതകോടികളാണ് ഇതിനുവേണ്ടി ഇറക്കുന്നത്. പ്രതിച്ഛായാവർദ്ധനവിനായി KC വേണുഗോപാലും വാഴ്ത്തുപാട്ടുകളും പോസ്റ്ററുകളും റീൽസുകളും മാത്രമല്ല പുസ്തകങ്ങൾ വരെ ഇറക്കി തുടങ്ങിയത് ആ മുഖ്യമന്ത്രി കസേര ലക്ഷ്യം വെച്ചാണ്. നേരിനൊപ്പം പോരാട്ടങ്ങൾ നിലപാടുകൾ എന്നതാണ് KC വേണുഗോപാലിന്റെ ബുക്കിന്റെ പേര്. പാർലമെന്റിൽ നടത്തിയ ഗുണവും മണവുമില്ലാത്ത പ്രസംഗങ്ങളുടെ ഒരു സമാഹാരമാണത്രേ ഇത്. അതുപോലെ രമേശ് ചെന്നിത്തലയും വാഴ്ത്തുപാട്ടുകളും റീൽസും മാത്രമല്ല പോഡ്കാസ്റ്റുകളും ബുക്കുകളും ഒക്കെ ഇറക്കി തുടങ്ങി. ജനനായകൻ എന്ന AI വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞു. വഴുതക്കാട് വീട്ടിലിരുന്ന് അണ്ടിപ്പരിപ്പ് കുറച്ചുകൊണ്ട് നടത്തുന്ന വെർച്വൽ കേരള യാത്ര എന്ന പോഡ്കാസ്റ്റും രമേശ് ചെന്നിത്തല ആരംഭിച്ചു കഴിഞ്ഞു. ആദ്യ എപ്പിസോഡ് ഇന്നലെ ഇറങ്ങി. അതിന്റെ ഗരിമ കുറയ്ക്കുവാൻ സതീശൻ പക്ഷം പുറത്തുവിട്ട സരിതാചരിതം കാണുക. രമേശ് ചെന്നിത്തല തന്നെയാണ് ഇപ്പൊ ഞാൻ പറയേണ്ടെന്ന് വിചാരിച്ചതാണ്, പക്ഷെ പുള്ളി എന്നെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്. അതായത് കമ്മീഷൻ നടക്കുന്ന സമയത്ത് ഒരു അഡ്വക്കേറ്റ് ജോയ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ രമേശ് ചെന്നിത്തലയുടെ ഒരു മനസാക്ഷി സൂക്ഷിപ്പുകാരനും ഇവരുടെ പാർട്ടിയുടെ ഒരു വക്കീലുമാണ്. അദ്ദേഹം കേരള ഹൈക്കോടതിയിലാണ് വർക്ക് ചെയ്യുന്നത്. എന്നെ നേരിട്ട് ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് എന്നെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന്റെ ഓഫീസിൽ വെച്ച് പറഞ്ഞാണ് മുഖ്യമന്ത്രിക്കെതിരെയുള്ള, അതായത് അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ് കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, കമ്മീഷൻ നിസ്സാരം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല ഫോണിൽ കൂടെ സംസാരിച്ചു. എങ്ങനെ? ഈ ജോയുടെ ഫോണിൽ കൂടെ സംസാരിച്ച് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉണ്ടെങ്കിൽ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ പരസ്യപ്പെടുത്തണമെന്ന് ഡിമാൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് അവര് തമ്മിലുള്ള പടയൊരുക്കമായിട്ട് ഇതങ്ങ് തീരട്ടെ. അവരുടെ പാളയത്തിൽ തന്നെ ഇതിനുള്ള ആൾക്കാരുണ്ട്. അതുകൊണ്ട് സത്യം പറയേണ്ട കാര്യങ്ങൾ എപ്പോ പറയണമെന്ന് പോലും പറഞ്ഞു തരുന്ന ആൾക്കാരാണ് ഈ രമേശ് ചെന്നിത്തലയെ പോലെയുള്ള. അപ്പൊ അവര് വന്ന് പബ്ലിക്കായിട്ട് ഇനിയിപ്പം എന്റെ പാർട്ടിയെ സംരക്ഷിക്കാൻ വേണ്ടി സംരക്ഷകന്റെ കുപ്പായ എടുത്തിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനൊന്നും. KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും പുസ്തകവും ഡോക്യുമെന്ററിയും ഇറക്കിയ സ്ഥിതിക്ക് സതീശനും ഇതേ മാതൃകയിൽ ഒരു പുസ്തകവും ഡോക്യുമെന്ററിയും ഇറക്കുവാൻ ഒരുങ്ങുകയാണ്. സതീശന്റെ പുസ്തകത്തിന്റെ പേര് താരകേശൻ, ഒരു മണി ചെയിൻ തട്ടിപ്പുകാരനിൽ നിന്നും പ്രതിപക്ഷ നേതാവിലേക്ക് ഉയർന്ന തേൻകടി വെച്ച് മിടുക്കന്മാരായ നേതാക്കന്മാരെ ഒതുക്കി പടവുകൾ താണ്ടിയ ആ വീരഗാഥകളാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. ഭാവി മുഖ്യമന്ത്രിയെക്കുറിച്ച് താരകപ്പെണ്ണിന് പറയുവാനുള്ളത് കൂടി പറഞ്ഞു വെച്ചാണ് ആ ഡോക്യുമെന്ററി അവസാനിക്കുന്നത്. നമ്മുടെ MLA VD സതീശനില്ലേ, പരമനാരി, അവനിപ്പോഴല്ലേ MLA ഇത് മാറി. അവനെ താരകൻ എന്നെ കെട്ടിയെന്ന് പറഞ്ഞുകൊണ്ടും എന്നെ ഇവ വേശ്യെന്ന് വിളിച്ച് ഈ കുണക്ക് എന്തധികാരം എന്നെ വേശ്യെന്ന് വിളിക്കാൻ. ഇവൻ നേതാവ് അവിടേന് മുമ്പ് തുടങ്ങി പറൂര് വന്നിട്ട് വെടിവെപ്പല്ലാണ്ട് അവന്റെ കയ്യിലില്ല. സ്റ്റഡി അണ്ടർയോർ കീറി വന്നവനെ താരകനാണ് ഇവിടെ ഇരുത്തി പരിപ്പോടെയും ചായയും കട്ടൻ ചായയും കൊടുത്ത് ഈ കുടിയനായി കഴിഞ്ഞപ്പോ അവൻ കൊള്ളൂലാത്തവനായി. ഇവനെന്തു മാനിയനെന്നാണ് പറയണ ഈ രമേശൻ കുറുപ്പ്. രമേശൻ കുറുപ്പ് പരമനാരി ചേറ്റ. അവനും പറഞ്ഞു ഇവർ രണ്ടുപേരും കൂടി എന്നെ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കളിച്ചു. ഇപ്പൊ അമ്മമാര് നല്ല മാന്യനായിട്ട് ആ താരകന്റെ കയ്യിലും കൊടുത്തിട്ട് പുണ്ണകട്. അവനിപ്പോ വലിയ ആളാ വീണ, വലിയ പറൂര് കൊറേ ഇവിളൊക്കെയാണ് ഇവനെ പണ്ണാൻ കൊടുത്തുകൊണ്ടിരിക്കണത്. ഇവിളൊക്കെയാണ് പൊക്കി വെച്ചുകൊണ്ട് നടക്കണത്. എടാ നിനക്കൊക്കെ നാണൂലേടാ, നീയൊക്കെ MLA ഓഫീസിൽ കയറിയത് താരകം വഴിയല്ലേടാ നീയൊക്കെ കയറിയത്. ഇപ്പൊ നീയൊക്കെ വലിയ ആളായി നാറികളെ. ഇപ്പൊ അവൻ കൊള്ളൂല, താരകം കൊള്ളൂലാത്തവൻ. അവൻ വെള്ളോടി. നീയൊക്കെ വെള്ളവും അടിക്കണത് പെണ്ണു കൊടുത്തവും ഉണ്ട്. MLA ഓഫീസിൽ പെണ്ണ് പിടിക്കണതും പെണ്ണുങ്ങളെ കൊണ്ടുവന്ന് പണ്ണണതും എല്ലാവർക്കും അറിയാടാ കൂറന്മാരെ. ഈ മോന്മാർ ഇതുപോലെ കിടന്ന് കുട്ട കളിക്കും എന്ന് മനസ്സിലാക്കിയാണ് ITV ന്യൂസ് ജനങ്ങളുടെ അവസ്ഥ മൂർഖൻ പോയി അണലി വരുന്നത് പോലെയാണെന്ന് പലയാവർത്തി പറഞ്ഞത്. നിങ്ങളൊന്ന് ചിന്തിക്കുക. കേരളത്തിലെ ജനങ്ങളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം അഡ്രസ് ചെയ്യുമെന്ന് UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന്, സംസ്ഥാന സർക്കാരിന്റെ മദ്യനയം എന്തായിരിക്കും? മുക്കിന് തുറന്ന ബിവറേജുകളുടെയും ബാറുകളുടെയും കാര്യത്തിൽ എന്തായിരിക്കും UDFന്റെ നയം?
കർഷകരുടെ കാര്യത്തിൽ എന്തായിരിക്കും UDFന്റെ നയം? നെൽകർഷകർ, റബ്ബർ കർഷകർ, കർഷക തൊഴിലാളികളുടെ അവസ്ഥ മെച്ചപ്പെടുത്തുവാൻ എന്തായിരിക്കും ഇവരുടെ നടപടികൾ? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? തൊഴിൽ സംരംഭങ്ങൾ വർദ്ധിപ്പിക്കുവാൻ, യുവ സംരംഭകരെ വാർത്തെടുക്കുവാൻ, വിദേശത്തോട്ടുള്ള ചെറുപ്പക്കാരുടെ കുത്തൊഴുക്ക് തടയുവാൻ എന്തൊക്കെ നടപടികളാണ് ഇവർ കൈക്കൊള്ളുവാൻ പോകുന്നത്? എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്നാൽ പ്രഖ്യാപിച്ചത് എന്താണ്? ഭരിച്ചു മുടിച്ചു കളഞ്ഞ KSRTCയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാത്രം 1000 രൂപ. ഇനിയുള്ള പ്രധാന ചോദ്യം ഇതാണ്: കർണാടക, തെലങ്കാന ലോബികളുടെ പണമിറക്കി തെരഞ്ഞെടുപ്പിനെ നേരിട്ട KC വേണുഗോപാൽ വർണ്ണോ, അതോ PR വർക്കിലൂടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച സതീശൻ വർണ്ണോ, അതോ രമേശ് ചെന്നിത്തല വർണ്ണോ എന്നാണ്. സതീശൻ PR വർക്കിലൂടെ കിണഞ്ഞു പരിശ്രമിക്കുന്നത് ജനപിന്തുണ മുഴുവൻ തനിക്കാണ് എന്ന് വരുത്തി തീർക്കുവാനാണ്. എന്നാൽ യാഥാർത്ഥ്യം, കഴിഞ്ഞ 25 കൊല്ലം ഒരു സാമാജികനായിരുന്നിട്ടും, കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നിട്ടും യാതൊരു നേട്ടങ്ങളും എടുത്തു പറയുവാൻ ഇല്ലാത്ത, ഒരു പ്രതിഷേധ സമരം പോലും നടത്തുവാൻ ശേഷിയില്ലാതിരുന്ന ഈ സതീശൻ ഇത്തവണ പറവൂരിൽ നിന്ന് ജയിക്കുക പോലും ചെയ്യരുത് എന്നാണ് ജനങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് തന്നെ സതീശൻ ഒഴികെ ആര് വന്നാലും ജനങ്ങൾ സ്വീകരിക്കും എന്നുറപ്പാണ്. വരും ദിവസങ്ങളിൽ സാധ്യതാ ലിസ്റ്റിലുള്ളവരെ ഒതുക്കുവാൻ സതീശൻ ഏതറ്റം വരെയും പോകും എന്നുറപ്പാണ്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. സതീശനു വേണ്ടി കാശ് വാങ്ങിയ മാപ്രകളും അന്തിച്ചർച്ചക്കാരും വരും ദിവസങ്ങളിൽ ഓവർ ടൈം പണിയെടുക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.